ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇപ്പം ഏകദേശം 12 മണിയാകാം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഞാൻ നേരത്തെ തന്നിട്ടുള്ള ഒരു പാടത്തിൻ്റെ ഫ്രണ്ടിലാണ്. വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ ഇതിനു മുമ്പേ. ഇതിൻ്റെ ഓരോ കാലഘട്ടങ്ങളിലും നിങ്ങളോട് പറയാമെന്നാണ് പറഞ്ഞത്. എന്നാൽ ചില കാര്യങ്ങളാൽ അല്പം ബിസിയായിപ്പോയി. അതുകൊണ്ട് അതിൻ്റെ കതിരായ സമയത്ത് പറയാൻ പറ്റില്ല. എന്നാലിപ്പോൾ നെല്ലൊക്കെ ഏകദേശം ചുണ്ടൊക്കെ പഴുത്ത് പകുതി വിളവായി. നമ്മുടെ അന്നത്തെ പച്ചപ്പും ഹരിതാഭയൊക്കെ മാറി അല്ലേ? മാറിയിട്ടില്ലേ? എത്ര സുന്ദരമായ കാഴ്ച. പിന്നെ ഈ പ്രദേശത്തെ ഏറ്റവും വലിയ പാടമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ പാടത്തെ നെല്ല് ഏകദേശമൊക്കെ വിളഞ്ഞു. പക്ഷെ ഇവിടെയൊക്കെ വീണിട്ടുണ്ട്. ഇങ്ങനെ വീഴാൻ രണ്ട് കാരണം. ഒന്ന്, ശക്തമായ കാറ്റും മഴയും കണ്ടുപിടിക്കും. രണ്ട്, നല്ല വിളവാണ്. ഇത്തവണ കാറ്റും മഴയൊന്നും ഇല്ലായിരുന്നു. ഇതുവരെയും മഴ പെയ്തിട്ടില്ല. അതായത് വിത പറ്റിയതിന് ശേഷം ഇതുവരെയും മഴ പെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നല്ല നെല്ലാണ്. പ്രത്യേകമായ കേടുകളൊന്നുമില്ല. സാധാരണ ഉണ്ടാകാവുന്ന കേടുകൾ, അങ്ങനെ കീടങ്ങളുടെ ശല്യങ്ങളൊന്നുമില്ല. കണ്ടുവരപ്പിക്കുഴയില്ല, ഇലയുട്ടിപ്പുഴില്ല. നല്ല വിളവാണ് ഇത്തവണ ഈ പാടത്ത്. നോക്കിയാൽ കാണാം, അങ്ങനെയും ഗോൾഡൻ കളർ. ഇങ്ങനെ മനോഹരമായ കാഴ്ചയാണ്. ഏകദേശം ഒട്ടുമിക്ക നെൽമണികളും പഴുത്ത് കഴിഞ്ഞു. കാണാമല്ലോ, ഏകദേശം 120 നെൽമണികളോളം ഒരു കതിരിലുണ്ട്. അപ്പം നല്ല വിളവെടുപ്പാണ് ഇത്തവണ നടക്കാൻ പോകുന്നത്. പ്രത്യേകകരമായ കാലാവസ്ഥയ്ക്ക് വ്യതിയാനമൊന്നും ഉണ്ടാകാതെ, കാറ്റോ മഴയോ ഒന്നും ഇല്ലാതെ. ഈ വേനൽ മഴ സാധാരണ കുട്ടനാട്ടിൽ ഉള്ളതാണ്. കാരണം അങ്ങനെ അതിൻ്റെ സിറ്റുവേഷൻ. പക്ഷേ അധികമായി പോയി കഴിഞ്ഞാൽ നെല്ലൊക്കെ കരക്ക് കയറ്റാൻ ബുദ്ധിമുട്ടും മെഷീനറി ഇത്തവണത്തെ കൃഷി എല്ലാവർക്കും സന്തോഷകരമായിരിക്കും എന്നാണ് ഇതുവരെയുള്ള നിഗമനം. അന്ന് ഞാൻ പറഞ്ഞ മറ്റൊരു പാടമാണല്ലോ ചേരിക്കിലകം. അതെന്താ ഈ തോടിൻ്റെ അക്കരയാണ്. അത് ഏകദേശമൊക്കെ വിളഞ്ഞ് ഇതിൽ മൂപ്പാണ്. അതിൻ്റെ കണ്ടത്തിൻ്റെ പ്രത്യേകത, മണലുള്ള കണ്ടത്തിൽ നിന്ന് നേരത്തെ വരും. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. എല്ലാവർക്കും നമസ്കാരം.